ഹായ് കൂട്ടുകാരേ, ഇന്നത്തെ നമ്മുടെ ഐറ്റം കായ വറുത്തതാണ് കേട്ടോ. എളുപ്പമല്ലേ കായ വറുക്കാനായിട്ട്? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യാറുള്ള പരിപാടിയാണല്ലേ അത്. അപ്പോൾ അതിനായിട്ട് ഞാനിതുവരെ ഒരു 4 കായ അത്യാവശ്യം മൂത്തത് കേട്ടോ. ഓവർ പഴുപ്പിലേക്ക് പോയതല്ല, എന്നാലും തീരെ മൂപ്പ് കുറവുള്ളതല്ല, അങ്ങനെയുള്ള കായ ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് നല്ലോണം നമ്മൾ തൊലിയൊക്കെ പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്കാണ് ആ കറ പോകാനായിട്ട് ഇട്ട് കൊടുക്കണത് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് കുറച്ച് നേരം അതിലിട്ട് ഒന്ന് കഴുകി റെഡിയാക്കി ഒന്നുകൂടി വെള്ളത്തിൽ കഴുകി എടുക്കുക. എന്നിട്ട് അതിലത്തെ വെള്ളമയം പോകാനായിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് നിങ്ങൾ സ്ലൈസറിൽ അരിഞ്ഞ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടോ, വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ. അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് വെച്ച് ആക്കിയ, ഞാൻ പ്ലേറ്റിലേക്ക് അരിഞ്ഞെടുക്കുക ചെയ്തത് കേട്ടോ. സ്ലൈസറിൽ തന്നെ വെച്ചിട്ട് അരിഞ്ഞെടുത്തു. എന്നിട്ട് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇടണു. കുറച്ചൊരു വേവാകുമ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കലക്കിയിൽ കുറേശ്ശെ തെളിച്ച് കൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഒരു കിലുകിലുക്കാൻ ശബ്ദം വരുമ്പോൾ അപ്പോൾ നല്ലോണം മുരിവായി അതിന്. അപ്പോൾ നമ്മളങ്ങോട്ട് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ച കായൊക്കെ അങ്ങനെ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് മേടിക്കുന്നേക്കാളും സൂപ്പറായിട്ടുള്ള കായ വറുത്തത്, അതായത് നമ്മുടെ ചിപ്സ് അങ്ങനെ കിട്ടിയിട്ടാ. അപ്പോൾ എന്നെയും എൻ്റെ ചിപ്സിനെയൊക്കെ ഇഷ്ടമായിങ്ങ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ, ബൈ ബൈ.